BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഘടകകക്ഷി നേതാക്കൾക്ക് ക്യാബിനറ്റ് റാങ്കുള്ള പദവി നൽകുന്ന കാര്യത്തിൽ നിർണായക തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് എടുക്കാൻ പോകുന്നത്. നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രധാന പരിഗണനയിലുള്ളത് MK മുനീർ, PJ ജോസഫ്, G ദേവരാജൻ, മാണി C കാപ്പൻ MLA എന്നിവരാണ്. പ്രധാന ഘടകകക്ഷികളിലെ ഉന്നത നേതാക്കൾ എന്ന നിലയിൽ മുനീറിനും PJ ജോസഫിനും പദവി ഏതാണ്ട് ഉറപ്പായ മട്ടിലാണ്. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ പദവിയാണ് MK മുനീറിനായി മുസ്ലിം ലീഗ് ചോദിക്കുന്നത്. ഘടകകക്ഷി നേതാക്കളിലെ സീനിയർ എന്ന നിലയിൽ ആദ്യം പദവി നൽകേണ്ടത് ജോസഫിനാണെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി ലീഗിന് നൽകിയാൽ വയോജനക്ഷേമം, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട കമ്മീഷനിലെ പദവികളിലൊന്നിലേക്ക് ജോസഫിനെ പരിഗണിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ നോർക്ക വൈസ് ചെയർമാൻ പദവിയാണ് മാണി C കാപ്പന്റെ ആവശ്യം. മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിൽ ക്യാബിനറ്റ് റാങ്കോടെയുള്ള ഒരു പദവി നൽകണമെന്നാണ് മാണി C കാപ്പന്റെ നിലപാട്. 2.5 വർഷത്തിന് ശേഷം അനൂപ് ജേക്കബിന് പകരം മന്ത്രിസഭയിൽ തന്നെ ഉൾപ്പെടുത്താമെന്ന് UDF-ൽ ധാരണ ഉണ്ട് എന്നാണ് മാണി C കാപ്പൻ അവകാശപ്പെടുന്നത്. എന്നാൽ അത്തരമൊരു ധാരണയില്ലെന്നാണ് അനൂപ് ജേക്കബ് വ്യക്തമാക്കിയത്. എന്നാൽ കാപ്പൻ ക്യാബിനറ്റ് പദവി നൽകുന്നതിന് കേരള കോൺഗ്രസ് അനുകൂലമായി കാണുന്നുണ്ട് എന്നാണ് സൂചന. പാലാ നിയമസഭാ മണ്ഡലത്തിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയ നേതാവെന്ന നിലയിൽ കാപ്പൻ അത്തരമൊരു അംഗീകാരത്തിന് അർഹനാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതേസമയം ഫോർവേഡ് ബ്ലോക്ക് നേതാവ് G ദേവരാജന്റെ ആവശ്യം ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി പദവിയാണ്. ഇതും ക്യാബിനറ്റ് റാങ്കോടെയാകുമോ എന്ന കാര്യത്തിലാണ് നിലവിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്നാൽ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്താനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. കൂടാതെ മന്ത്രിസഭയുടെ അംഗീകാരം കൂടി നേടിയ ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുക. അതേസമയം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2 പേർക്കായിരുന്നു ക്യാബിനറ്റ് പദവി നൽകിയത്. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായിരുന്ന KV തോമസിനും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാമിനുമായിരുന്നു അത്. CPM നേതാവ് P ശ്രീരാമകൃഷ്ണനെ നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ ആക്കിയെങ്കിലും ക്യാബിനറ്റ് പദവി നൽകിയിരുന്നില്ല. നിലവിൽ ഘടകകക്ഷി നേതാക്കൾക്ക് നൽകുന്ന പദവികളും അതിനോടൊപ്പമുള്ള ക്യാബിനറ്റ് റാങ്കും സംബന്ധിച്ച തീരുമാനം UDF രാഷ്ട്രീയത്തിൽ ശക്തി സമവാക്യങ്ങളെ സ്വാധീനിക്കുന്നതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.